സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. നമ്മുടെയൊക്കെ ഹൃദയം മിടിക്കുന്നത് പോലും അറിയാൻ പറ്റുന്ന തമ്പുരാൻ, എത്ര മനോഹരമായ സുവിശേഷമാണ്. ശിഷ്യന്മാർ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആരാണ് വലിയവൻ? പരസ്പരം ആരും പരസ്പരം പറഞ്ഞു പോലുമില്ല, ചിന്തിച്ചെന്നാണ് പറഞ്ഞു. അവരുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ ഈശോയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈശോ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് നടുക്ക് നിർത്തിയിട്ട് പറഞ്ഞു, ഇവനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ അയച്ച പിതാവിനെ സ്വീകരിക്കുന്നു. അതിൻ്റെ മറ്റൊരു മീനിങ് എന്താണ്? നീ ഇവനെ പോലെ ആയെങ്കിൽ മാത്രമേ, ഇവൻ്റെ ഒപ്പം കളിക്കൂട്ടുകാരനായെങ്കിൽ മാത്രമേ എന്നെയും എൻ്റെ പിതാവിനെയും സ്വീകരിക്കുന്ന വ്യക്തിയാവുള്ളൂ. കുഞ്ഞുങ്ങളെ പോലെ ആവൂ. ഞാനിവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പം അവരുടെ 2 കുട്ടികൾ കുറേ കളിപ്പാട്ടമൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കളിപ്പാട്ടും അവർ ചെയ്യുന്ന പോലെയൊക്കെ ഞാനും ചെയ്തു. ഉടനെ ആ പുള്ളി എനിക്കിട്ട് നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ മക്കൾ ഇത്രയും സന്തോഷിച്ചിട്ടില്ല എന്ന് ഇതുവരെ ആര് വന്നാലും. കാരണം അവർക്കൊരു കൂട്ടുകാരനെ കിട്ടിയ പോലെയാണ് എന്നെ കിട്ടിയത്. കൊച്ചുങ്ങളെ അതുപോലെ കാണാൻ പറ്റുമ്പോൾ, പൊന്നു സഹോദരങ്ങളെ, നമ്മൾ അവരിൽ ഒരാളായി മാറുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം പോലെ നിൻ്റെ സ്വഭാവമായി തീരുക എന്നാണ്. അങ്ങനെയൊരു ജീവിതശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. നിഷ്കളങ്കമായ ഒരു ജീവിതശൈലി നമുക്കുണ്ടാകട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.